മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com.
വെൽക്കം ടു കോൺഫിഡന്റ് ഗ്രൂപ്പ് പ്രസൻസ് ഇ മാസ്റ്റർ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സ്. അനുഗ്രഹനാഥ നിറവിലേക്ക് നമ്മുടെ കോഴിക്കോടിന്റെ മണിമുത്ത്. വെൽക്കം കൃഷ്ണശ്രീ കുട്ടി ഓൺ സ്റ്റേജ്. കോഴിക്കോടൻ ഹലുവ. എന്റെ ദൈവമേ, പാലിച്ചു അല്ലേ? അതെ, സൂപ്പർ. അയ്യോ കണ്ട കൊതിയാവും. സൂപ്പർ. അപ്പൊ കൊതിയാവുന്നവരാദ്യം കഴിക്കും. ഞാൻ നാളെ കഴിക്കാം. എനിക്ക് ഒന്നും കഴിക്കണ്ട, ഞാൻ കഴിക്കുവേ. മക്കളെ, എന്തൊരു മധുരം, ആദ്യം മധുരം. ഇതുവരെ കേട്ട കൃഷ്ണശ്രീയുടെ എല്ലാ പാട്ടുകളിലുള്ള മധുരം ഈ ഹലുവയിലുണ്ട്. താങ്ക് യു സോ മച്ച്. കൃഷ്ണ, ഏത് പാട്ട്? തൈമാവിൻ തണലിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, പരിനെല്ലിൻ കതിരായി ഇരുന്നോട്ടാൻ നിന്നെ. ചിൻ ചിഞ്ചില ചിൻ പൂങ്കുഞ്ചി കൊഞ്ചലുമായി ധിന്നധിനധിൻ ചിത്തിരമുത്തൊരുങ്ങ്. പുത്രാട് കുടച്ചൂടും പോത്തിരുനാള്, തൃത്താവേ നമ്മൾക്ക് പുടമുറി നാള്. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, പരിനെല്ലിൻ കതിരായി ഇരുന്നോട്ടാൻ നിന്നെ. ഇന്നത്തിരി വിളക്കാളി തെളിഞ്ഞൊരു നീലാമ്പൽ കണ്ണിൽ ഇന്നിക്കിന കണ്ണു തെന്നിത്തൊളിക്കുന്ന പൊന്നീനെ കാണാൻ. ഇന്നത്തിരി വിളക്കാളി തെളിഞ്ഞൊരു നീലാമ്പൽ കണ്ണിൽ ഇന്നിക്കിന കണ്ണു തെന്നിത്തൊളിക്കുന്ന പൊന്നീനെ കാണാൻ. കൈക്കൊമ്പിളിലെ പൈപ്പാലമൃതേ, വാർത്തിങ്കളിലെ പൊന്മാൻകുരുന്നേ, ഒരു നേരം കാണാഞ്ഞാൽ കഥയൊന്നും ചൊല്ലാഞ്ഞാൽ കരളോരും തിരതല്ലും കർക്കിടവാവ്. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, പരിനെല്ലിൻ കതിരായി ഇരുന്നോട്ടാൻ നിന്നെ. ചിൻ ചിഞ്ചില ചിൻ പൂപ്പുഞ്ചിരി കൊഞ്ചലുമായി ധിന്നധിനധിൻ ചിത്തിരമുത്തൊരുങ്ങ്. ഉത്രാട കുടച്ചൂടും പോത്തിരുനാള്, തൃത്താവേ നമ്മൾക്ക് പുടമുറി നാള്. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ, പരിനെല്ലിൻ കതിരായി ഇരുന്നോട്ടാൻ നിന്നെ.
സൂപ്പറായിട്ട് പാടി. രാജാ സാറ്, ഗിരീഷ് പുത്തഞ്ചേരി, പിന്നെ ഞാനും ചിത്രയും കൂടെ പാടിയ ഒരു പാട്ട്. ഇത് എങ്ങനെയാണ് ഈ സംഗതി ഇത്രയും കൃത്യമായിട്ട് വരുന്നത്? കാരണം ഇതൊരു ഡ്യുവറ്റാണ്. അപ്പൊ എനിക്ക് കുറച്ച് സ്ഥലത്ത് തൈമാവിൻ തണലിൽ ഇതെങ്ങനായാലും എവിടെങ്കിലും ഒക്കെ പോകും. നമുക്ക് 1-2 സ്ഥലത്ത് ഒരു 20 പ്രാവശ്യം വന്നിട്ടുണ്ട് ആ ഐറ്റം. അതിനകത്ത് 1-2 പ്രാവശ്യം ഒരു ക്ലാരിറ്റി ലെസ് ആയിട്ട് പോയുള്ളൂ. ബാക്കിയെല്ലാം കൃത്യമായിട്ട് വന്നു. പിന്നെ ഈ അമ്പിളിക്കൊമ്പന്റെ ഫസ്റ്റ് ടൈം എടുക്കുമ്പോ ഉണ്ടല്ലോ, അമ്പിളിക്കൊമ്പന്റെ അവിടെ ഒത്തിരി ശ്രുതി ആയിരുന്നില്ല. അത് മാത്രമേ ഈ പാട്ടിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് ഉള്ളൂ. ബാക്കിയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട്. ഏയ് ശ്രീകൃഷ്ണ, ഒരു റോളർ കോസ്റ്റർ റൈഡായിരുന്നു ഈ പാട്ട്. ഇങ്ങനെ ഒരു സ്ഥലത്ത് കൂടെ പോകണം, പിന്നെ ഇങ്ങനെ പോകുന്നു കൊണ്ടുവന്ന് അവസാനം കറക്റ്റ് ആയിട്ട് ലാൻഡ് ചെയ്ത് സമാധാനമായിട്ട് കൃഷ്ണശ്രീ ഇങ്ങനെ ഇരിക്കുക, നമ്മളൊക്കെ നോക്കി. അവസാനം കൊണ്ട് നിർത്തിയപ്പോഴത്തേക്കേ എനിക്ക് ഉടനെ എണിച്ച് കൈയടിക്കാൻ തോന്നി കേട്ടോ. പക്ഷെ എനിക്കതെന്തെന്നറിയാമോ? മടി കാരണം. എന്ത് രസമുള്ള വോയിസ് ആണ്. ആ, ഭയങ്കര സൂതിങ് വോയിസ് ആണ്. അതിങ്ങനെ ഇമ്പമയം എന്ന് പറയുന്ന രീതിയിലാണ്. ആ, മിടിക്കാണ് കേട്ടോ. മിടിക്കാണ്. ഒരു സംശയം വേണ്ട കേട്ടോ. ശ്രീകൃഷ്ണ എന്ന് ഞാൻ വിളിച്ചുപോയി. ഓക്കെ, നന്നായിരിക്കട്ടെ മോളെ. മോള് പാടുന്നത് അത് കണ്ടോണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാ. സൂപ്പർ ആയിട്ടുണ്ട്. മോളുടെ എൻറ്റയർ പെർഫോമൻസ് എനിക്ക് തോന്നിയത് വളരെ ക്യൂട്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം അയ്യോ തീർന്നു പോയല്ലോ എന്ന് തോന്നില്ലേ? കുറച്ചും കൂടിയും കാണാൻ തോന്നുന്ന രീതിയിലാണ് മോള് കൊണ്ടുപോയി നിർത്തിയത്. ഒരൊറ്റ ഫ്ലോയിലാണ് തുടക്കം തൊട്ട് അവസാനം വരെ പോയെ. മോള് ശരിക്കും എൻജോയ് ചെയ്ത് പാടുന്നതിന്റെ ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. മോളെപ്പോഴും ചിരിച്ച് പാടും. പിന്നെ ഈ പറഞ്ഞ ഡീറ്റെയിലിംഗ് എല്ലാം മോള് വളരെ കൃത്യമായിട്ട് നോക്കി മോള് പാടി. വളരെ ഈസി ആയിട്ടുള്ള സിംഗിങ് ആണ് മോളുടെ. കാണുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെയിൻ തോന്നില്ല. മോള് പാടുന്ന ഏത് പാട്ട് പാടിയാലും ഒരു മോളുടെ മാനറിസംസ് കാണുമ്പോൾ മോൾക്ക് അത് ഈസി ആയിട്ടാണ് ഞങ്ങൾക്കും തോന്നുന്നത് എന്തൊരു ഈസി ആയിട്ടാണ് മോള് പാടുന്നതെന്നാണ്. ഇന്നും അതുപോലെ തന്നെ ആണ്. ഓൾ ദ ബെസ്റ്റ് കേട്ടോ. കൃഷ്ണുവിന് ഞാൻ തരുന്ന മാർക്ക് 23.5 out of 25. കൃഷ്ണ ഇന്ന് മാർക്ക് 24.25 out of 25. കൃഷ്ണശ്രീ 24 out of 25. അപ്പോൾ എനിക്ക് തന്ന ഹൽവയ്ക്കും പാട്ടിനും എല്ലാം ചേർത്ത് 24.75 out of 25. So total 96.5 out of 100. 96.5 കിട്ടിയ കൃഷ്ണശ്രീക്ക് ഇന്ന് ഹലുവ പോലത്തെ ഗ്രേഡ് ആണ്. ആദ്യൊരു ഹൽവ പുക്കുട്ടി. Congratulations, you are awarded A Extreme. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാരും ഇൻസൈറ്റ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് കൃഷ്ണുവിന് വോട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. താങ്ക് യു. തൈമാവിൻ തണലിൽ തളിരുണ്ണും മൈനേ പരിനെല്ലിൻ കതിരായി ഇരുന്നോട്ടാൻ നിന്നെ ചിഞ്ചില ചിൻ പൂപ്പുഞ്ചിരി കൊഞ്ചലുമായി തിന്നതിനതിൻ ചിത്തിരമുത്തൊരുങ്ങ് ഉത്രാട കുടച്ചൂടും പൂത്തിരുനാള്. സ്വന്തമായൊരു ബിസിനസ് സംരംഭം എല്ലാവരുടെയും സ്വപ്നമല്ലേ? നിങ്ങളുടെ ബിസിനസ് സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ കേരളത്തിലെ പ്രമുഖ ഓൺലൈൻ എഡ്യൂക്കേഷൻ ബ്രാൻഡായ ഇ മാസ്റ്റർ അവസരമൊരുക്കുന്നു. കേരളത്തിലെ എല്ലാ താലൂക്കുകളിൽ നിന്നും ഇ മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. സെയിൽസിൽ പ്രാവീണ്യമുള്ളവർക്ക് മുൻഗണന. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടുemasteronline.com. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കുറഞ്ഞ മുതൽ മുടക്കിൽ വീടിനടുത്ത് സ്വന്തമായൊരു ബിസിനസ് സംരംഭം. വർണ്ണമധുര സംഗീത വിരുന്നിലേക്ക് ഒരു മനോഹരമായ പാട്ടുമായിട്ട് നമ്മുടെ ദേവൂട്ടി. എങ്ങനെയാ അന്തരായിട്ട് കാണിക്കണ, എങ്ങനെയാ അഭിനയിക്കുന്ന, എങ്ങനെയാ? യെസ്, ഇങ്ങനെയാണല്ലേ? ഓക്കെ. ഏത് പാട്ടാ? അപ്പൊ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ വേഷം കണ്ടപ്പോ മനസ്സിലായി പാട്ട് ഏതാന്ന് മനസ്സിലായി. അതെ 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 അതെ, ദേവസംഗീതം. വാട്ട് എ സോങ്. അതിന് ഞാൻ ആദ്യം ഒരു വലിയ കയ്യില്, നിങ്ങൾ ആരും വിട്ടു പോവരുത്. ഈ പാട്ട് മുഴുവൻ വിഷ്വലും പാട്ടും എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക.
ഉഗ്രൻ ട്രീറ്റ് ആയിരിക്കും. നിന്റെ ലിറിക്സ് ആരാധിയെന്ന് അറിയില്ലേ? എസ് രമേശൻ നായർ സർ. അതന്നെ. ഓക്കെ, ഇത് സിനിമ ഗുരു ആണ് അല്ലെ? ഇതിന്റെ ഡയറക്ടർ ആരാണ്? അഞ്ചൽ രാജീവ് അഞ്ചൽ sir. രാജീവൻ മലയാള സിനിമ അതുവരെ കാണാത്ത ഒരു കാഴ്ച ലാലേട്ടനിലൂടെ കാണിച്ചിട്ടുണ്ട്. അതാണ്. എന്തായാലും ഈ പാട്ട് കൊണ്ടുവന്നതിൽ വീണ്ടും വീണ്ടും നന്ദി പറയും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നന്ദി വർക്കും. സാർ. ദേവസംഗീതം നീയല്ലേ, ദേവി വരൂ വരൂ.
മനസ്സ് അങ്ങോട്ട് ഓടി വന്ന് നിങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിക്കാനാണ് പറയുന്നത്. അങ്കിൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. ഞാനും എനിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എന്താണെന്നറിയാമോ, ഒരു സമയത്ത് ഇത് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് അത് ഇട്ടിട്ട് കംപ്ലീറ്റ് നൊട്ടേഷൻ എഴുതിയിട്ടുണ്ട്. എനിക്കത് ശരിക്കും ഭയങ്കരമായിട്ട് അതെങ്ങനെയാണ് ആ കോമ്പോസിഷൻ എന്നറിയാൻ, ഹാർമണി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതുമായിട്ട് ഈ പാട്ടുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ നമുക്ക് കേട്ടിട്ടുള്ളതിൽ ഒരു വളരെ ഹാർമണി വൈസ് നമുക്ക് വളരെയധികം ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള മൂമെന്റ്സ് ഉള്ള ഒരു പാട്ടാണല്ലോ. അതെ, നേരത്തെ കുട്ടം പറഞ്ഞില്ലേ അത് ഒരുപാട് എഴുതിയെന്ന്. എന്തേലും ഉണ്ടായിരുന്നു അതെന്ന് പറഞ്ഞാൽ ബാക്ക് ചേട്ടനോട് പഠിച്ചാണ്, ചെക്കോവ്സ്കി ചേട്ടനോട് പഠിച്ചാണ്, മൊസാർട്ട് ചേട്ടനോട് പഠിച്ചാണ്. അങ്ങനെയൊന്നും പറയണ്ട, കൂടെ അല്ല, അവനൊക്കെ ജൂനിയർ ആയിരുന്നു. അങ്ങനെയൊന്നും പറയണ്ട. Same level ൽ നിർത്തണ്ട. അത് നിങ്ങളാരും വിഷമിക്കുന്ന നൊട്ടേഷൻസ് മുഴുവൻ എൻ്റെ കയ്യിലുണ്ട്, പറഞ്ഞാൽ തരാം. ഓക്കെ, എനിഹൗ രണ്ടുപേരും തോപ്പം പാടി ഗംഭീരമായിരുന്നു. അതിനകത്ത് ദാസേട്ടനും രാധിക തിലക്കുമാണ് പാടിയിരിക്കുന്നത്. രാധിക തിലക് എൻ്റെ കൂടെ ഏകദേശം 10-12 വർഷം പാടിയ ഒരു ഗായികയാണ്. ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒട്ടുമുക്കാൽ 90% ഓഫ് ആൾക്കാരുടെ കൂടെ സിംഗേഴ്സിൻ്റെ കൂടെ പാടിയ ഒരു ബ്യൂട്ടിഫുൾ സിംഗറാണ്. പക്ഷേ എന്തോ വളരെ വേഗം നമ്മളെയൊക്കെ വിട്ട് പിരിഞ്ഞുപോയി. ഈ സമയത്ത് എൻ്റെ പ്രണാമം ഞാൻ പറയുന്നു. രാധിക എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയായിരുന്നു. പോകുന്നതിന് ഒരു 2 ദിവസം മുമ്പേ വരെ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് രാധിക. അത് കഴിഞ്ഞിട്ട് കണ്ടില്ല. പിന്നെയാണ് അറിഞ്ഞത് അനിയത്തി പോയത്. ഏറ്റവും അധികം സ്നേഹമായിരുന്നു. രാധിക ഓർക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഗുരുതുല്യനായിട്ടുള്ള ശ്രീ എസ് രമേശൻ നായർ സർ, അദ്ദേഹം എനിക്ക് ഏറ്റവും അവസാനമായി ഗുരുവായൂരപ്പനെ കുറിച്ച്, ഗുരുവായൂരിലുള്ള കണ്ണനെ കുറിച്ച് എനിക്ക് എഴുതി തന്നു. രാധിക ഹൃദയാംബരത്തിലെ നീലചന്ദ്രനു മംഗളം, വെണ്ണ കവരും കയ്യിലേന്തിയ കുന്നിനത്ഭുത മംഗളം, പേലവം ചെഞ്ചൊടികൾ മുകരും കോലക്കുഴലിനു മംഗളം. അദ്ദേഹം എനിക്ക് പകർന്നു തന്ന അറിവ് ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ പോലും എനിക്ക് ഒരിക്കലും മറക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ തന്നെയാണ് രമേശൻ നായർ സാർ. രമേശൻ സാറിനെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി വീണ്ടും 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 പ്രാർത്ഥിക്കുന്നു. ശലഭം വഴിമാറുമാ മിഴിരണ്ടിലും നിൻ സമ്മതം. ചേട്ടൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ എൻ്റെ ഒരു പഴയൊരു സ്കൂട്ടറുണ്ട്. ആ സ്കൂട്ടർ ഇങ്ങനെ ഓടിച്ചു പോകുമ്പോഴാണ് ചേട്ടനെ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്ത്, എന്നിട്ട് ജസ്റ്റ് അകത്തോട്ട് വരുമ്പോൾ ആ കുട്ടാ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ചെയ്തൊരു പാട്ട് പല്ലവി എന്ന് പറഞ്ഞിട്ടാണ് ഈ പാട്ട് ആദ്യമായിട്ട് കേൾപ്പിക്കുന്നത്. അത് രമേശൻ സാർ എഴുതിയാണ്. ഒരുപാട് ചേട്ടൻ്റെ ഹാലാസ്യം, ഹാലാസ്യനാഥന്റെ ഗീതികൾ കേട്ടെന്റെ കാലക്കേടെല്ലാം ഒഴിയണം. രണ്ടുപേരും നന്നായിട്ട് പാടി. പക്ഷേ ബെവൻ ഒരു പൊടിക്ക് മേളിൽ നിന്നോ എന്നെനിക്കൊരു സംശയമുണ്ട്. മോള് പാടിയ തേങ്ങുമീ കാറ്റ് നീയല്ലേ തഴുകാൻ ഞാൻ ആരോ, ആ പോർഷൻ ആദ്യം 2-3 പ്രാവശ്യമൊക്കെ കറക്റ്റായിട്ട് വന്നില്ല. ലാസ്റ്റിൽ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നു. പിന്നെ രണ്ടാമത് ഈ തേങ്ങുമീ കാറ്റ് നീയല്ലേ എന്ന് പാടിയത് ഋത്തം അവിടെ മോള് കുറച്ചൊന്ന് വലിച്ചു. എക്സ്പ്രഷൻ വൈസ് ബെവൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരുമില്ലാത്ത ജന്മങ്ങൾ എന്നുള്ള പോർഷൻ പാടിയല്ലോ, നന്നായിരുന്നു കേട്ടോ. ആ എക്സ്പ്രഷൻസ് ഒക്കെ ഉള്ളായിരുന്നു. ഇത് എവിടെയൊക്കെയോ ശക്കലം ശ്രുതിയുടെ ഒരു പ്രോബ്ലമേ എനിക്ക് തോന്നിയുള്ളൂ. ബട്ട് നിങ്ങൾ രണ്ടുപേരും ഈ പാട്ടെടുത്ത് ഇത്രയും പാടണമെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ളൊരു പാട്ടല്ല, പ്രയാസമുള്ളൊരു പാട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ അവതരിപ്പിച്ചു. എനിക്ക് വളരെ ഇഷ്ടം. രണ്ടുപേരും പാടിയത് നന്നായിട്ടുണ്ട്, പക്ഷെ ഇനിയും നന്നാവാനില്ലേ എന്നുള്ളതാണ് അത് കേൾക്കുമ്പോഴത്തേ എനിക്ക് തോന്നിയത്. രണ്ടുപേരും ബെവൻ പ്രത്യേകിച്ചും കുറച്ചുകൂടെ നന്നായിട്ട് പാടാനായിട്ടുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ദേവനന്ദയുടെ ദേവഗാനമാണിത്. അപ്പോൾ അതിൽ ടെമ്പോ കുറച്ചൊന്ന് നന്നായിട്ട് വലിയുന്നത് പോലെ തോന്നി. അതെന്താണ് ആ സമയത്ത് ശ്രദ്ധിച്ചില്ലേ? അതോ കണ്ണടച്ച് സ്വന്തമായിട്ടുള്ള ഒരു ലോകത്തിൽ തന്നെ ആയിരുന്നു ദേവ? അത് പാടില്ല. യു ആർ സിംഗിങ് ടു എൻ ഓഡിയൻസ്. അപ്പം നമ്മളിലേക്ക് തന്നെ ഉൾവലിയാൻ പാടില്ല. ഏത് പാട്ടായാലും
അപ്പൊ ടെമ്പോ ഒക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കണം കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പാട്ടിനെ പറ്റി എനിക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും, 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. നിങ്ങൾ രണ്ടുപേരും പാടിയത് എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ട്രീറ്റ് ആയിരുന്നു. എനിക്കിതിൽ യാതൊന്നും എന്നെ ഡിസ്റ്റർബ് ചെയ്തിട്ടില്ല. എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു മക്കൾ പാടിയത്. പെർഫെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു പൊടി കേട്ടോ ദേവൂട്ടി, ഒരു പൊടി കൂടുതൽ ബെവനുണ്ടായിരുന്നു. അതുകൊണ്ട് മോൾ ഒരിക്കലും മോശമായി എന്നല്ല, മോളിലെ ചെറിയൊരു അവിടെ ഇവിടെയുള്ള പ്രശ്നം മാത്രം. ബോത്ത് ഓഫ് യു ആർ അമേസിങ്, സൂപ്പർ. താങ്ക് യു സർ. വളരെ മനോഹരമായിട്ട് പാടി. മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഫീൽ ഉണ്ടായിരുന്നു നിങ്ങൾ പാടിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾ രണ്ടുപേരും പാടിയത്. ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ തീർത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഈ പാട്ട് മനോഹരമാക്കാം. നിങ്ങൾക്കത് ശ്രമിച്ചാൽ പറ്റും കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. സുബൂസിന് ഞാൻ 21 out of 25. താങ്ക് യു സർ. സുബുവിന് ഇന്ന് മാർക്ക് 22.5. താങ്ക് യു സർ. ദേവൂട്ടിക്ക് തരുന്നു 24.5. താങ്ക് യു സർ. ദേവൂട്ടിക്ക് ഞാൻ തരുന്നു 23.5 out of 25. താങ്ക് യു സർ. 91.5 out of 100. താങ്ക് യു. ബെവൻജിക്ക് ഞാൻ തരുന്നു 23 out of 25. താങ്ക് യു സർ. ബെവൻജി ഞാൻ തരുന്നു 23.5 out of 25. സെവന് ഞാൻ തരുന്നു 25 out of 25. താങ്ക് യു സർ. ബെവൻ കുട്ടനെ ഞാൻ തരുന്നു 24 out of 25. താങ്ക് യു സർ. 95.5 out of 100. താങ്ക് യു സർ. 90 മാർക്സിൽ കൂടുതൽ കിട്ടിയ രണ്ടുപേർക്കും ഇന്ന് കിട്ടുന്ന ഒരേ ഗ്രേഡാണ്, നത്തിങ് ലെസ് ദാൻ A extreme. താങ്ക് യു സർ. അടിയൊരു ചാക്ക് പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ ഓൾറെഡി എക്സ്ട്രീം. താങ്ക് യു സർ. നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് രണ്ടുപേർക്കും വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. താങ്ക് യു. താങ്ക് യു. ഗാഡ്ജറ്റ് പ്രേമികൾക്കായി ഒരു സന്തോഷ വാർത്ത ഒരുക്കിയിരിക്കുകയാണ് മൈജി. പോക്കറ്റ് കാലിയാക്കാതെ ഗാഡ്ജറ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഓണം ആഘോഷിക്കാം. ഇനി മുൻകൂർ പണമടയ്ക്കാതെ മൈജി ഒരുക്കുന്ന സൂപ്പർ EMI സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മികച്ച ഗാഡ്ജറ്റ്സ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ സ്വന്തമാക്കാം. അതും വളരെ കുറഞ്ഞ നിബന്ധനകളോടെ. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, TV തുടങ്ങിയ എല്ലാവിധ ഗാഡ്ജറ്റ്സിന്റെയും ഏറ്റവും വലിയ കളക്ഷനാണ് മൈജി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തിരഞ്ഞെടുത്ത ഗൃഹോപകരണങ്ങൾക്ക് 2.5 വർഷം വരെ കാലാവധിയിൽ ലോൺ അടച്ചു തീർക്കാനുള്ള സൗകര്യവും മൈജി ഷോറൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. ഈ പൊന്നോണം മൈജിയുടെ സൂപ്പർ EMI സൗകര്യങ്ങൾക്കൊപ്പം ആഘോഷിക്കാം. പാട്ടുകൂട്ടിലെ ചെറിയ വലിയ കുസൃതി കൊടുക്ക എത്തുകയാണ് നമ്മുടെ സ്വന്തം മഞ്ചേരിക്കാരൻ ശ്രീദേവ്. വെൽക്കം ശ്രീദേവ് ഓൺ സ്റ്റേജ്. എന്തോ ഇതെന്താണ് സംഭവം? മുടിയൊക്കെ ചീകി വെച്ച് അവനങ്ങ് സുന്ദരനായി. മാത്രല്ല ഇത് കണ്ടില്ല, ജുപ്പയും മുണ്ടും. ഇത് രാഷ്ട്രീയ പ്രവർത്തകനാണോ ആരാ നീ? അതോ നാടകക്കാരനോ? ആ നാടകക്കാരൻ ആണോ? ഡയറക്ടറാണോ? നാടകത്തിന്റെ ഡയറക്ടറാ? ആ യെസ് നാടകത്തിന്റെ ഇവെല്ലാം തിരിഞ്ഞ നാടകത്തിന്റെ ഡയറക്ടർ. അവന്റെ പല്ല് പോയി. അതാ നാടകത്തിന്റെ ഡയറക്ടർ ഇന്നിപ്പോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഫ്രെയിം വല്ലതും നോക്കാൻ വന്നാണോ? അല്ല, ഞാൻ പാട്ട് പാടാൻ വന്നതാ. ഡയറക്ടർ പാട്ടും പാടുവോ? ഏത് പാട്ട്? സിംഗറാ ആണോ? നമ്മുടെ ടോപ്പ് സിംഗറിലെ ശ്രീദേവിനെ പോലെ. ആണോ? അത് ശരി. ഏത് പാട്ടാ പാടുന്നേ ഡയറക്ടർ? ഞാൻ എന്ന മധുരിക്കും ഓർമ്മകളെ. ആഹാ, വളരെ നല്ല പാട്ടാണല്ലോ. അപ്പൊ നമുക്ക് കേൾക്കാം പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അപ്പോ നമ്മുടെ നാടകഗാനം അങ്ങോട്ട് ആരംഭിക്കുകയായി. തിരശീല ദാ പൊങ്ങിക്കഴിഞ്ഞു. 1 2 3 4.
ഉഗ്രായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ, താങ്ക് യു, സൂപ്പറായിട്ട്. താങ്ക് യു. പിന്നെ ഒരു നുള്ള് നിനക്ക് എനിക്ക് തരണം തോന്നുന്നു. ഞാൻ കൊടുക്കാം. ആ, അവൻ ആ ഒരു നുള്ള് പൂവെറുത്തു എന്ന് പറഞ്ഞ സ്ഥലത്ത് മാത്രം ഒരു ശകലം ഒന്ന് തെന്നിപ്പോയി. എവിടാ അത്? ഒരു നുള്ളു പൂവിറുത്തു. ആ, അവിടെ കച്ചേരിയായി പോയട അവന്. എന്നായിപ്പോയി. കുഴപ്പമില്ല. എന്തായാലും ടോട്ടലായിട്ട് നല്ല സെലക്ഷൻ. പാട്ടിന്റെ Thank you, സെലക്ഷൻ sir. നന്നായിരുന്നു. താങ്ക് യു, ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഞാൻ മോനി കാണുന്നുണ്ട്. താങ്ക് യു സർ. ഇതില് ഡെവലപ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞ. സൂപ്പറായിട്ട് നന്നായിട്ട് പഠിച്ച് ഡെവലപ്പനായിട്ട് മാറിയിട്ടുണ്ട് കേട്ടാ. താങ്ക് യു സർ. ആ, അതില് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നീ ഒരു ഫോമിലേക്ക് വന്നല്ലേ. ഒരു കൊട്ടേഷൻ കേട്ടിട്ടുണ്ടോ മീനുട്ടി? എന്താ? ഫോം ഇസ് ടെമ്പററി, ക്ലാസ് ഇസ് പെർമനന്റ്. പെർമനന്റ്. അത് അങ്കിള് പറഞ്ഞ് കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ഞാൻ വളരെയധികം ഐഡലൈസ് ചെയ്യുന്ന സുനിൽ ഗവാസ്കർ അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ശ്രീദേവ് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ക്ലാസ്സിലുള്ള ഒരു പാട്ടുകാരനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോമൊക്കെ ടെമ്പററി ആണ്. കഴിഞ്ഞ 2-3 പ്രാവശ്യം ഫോം കുറച്ച് മോശമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങോട്ട് ഫോമിലേക്ക് വന്ന് അങ്ങ് കലക്കി പാടിക്കളഞ്ഞു കേട്ടോ. താങ്ക് യു സർ. കൊണ്ടുപോകൂ നമ്മളെ ആ മാഞ്ചുവട്ടില്ലേ, ആദ്യം ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ട് ആ. കേട്ടാ. അത്രയ്ക്ക് പാട്ടിനെ പറ്റി പറയാനുള്ളൂ, കാരണം നീ കലക്കി പാടിയല്ലോ. താങ്ക് യു സർ. മോനെ നല്ല ഉഗ്രൻ ഇമ്പ്രൂവ്മെന്റ് ആണ് ശ്രീദേവിന് കേട്ടോ. ഒരു രക്ഷയില്ല. ആദ്യം അതിന് തരട്ടെ. താങ്ക് യു. മോൻ ഈ പാട്ട് പാടിയപ്പോ ഇത് ഈ പ്രായത്തിൽ പാടുന്ന ഒരു കുട്ടിയുടെ പെർഫെക്ഷൻ അല്ല ഇത്. അതിനേക്കാളും എത്രയോ കൂടുതൽ പെർഫെക്ഷനാണ് മോൻ ഇന്ന് പാടിയത് കേട്ടോ. സൂപ്പർ. നന്നായിട്ട് ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടി കണ്ടപ്പോൾ അങ്കിളിന് നല്ല സന്തോഷം. കാരണം അങ്കിളിനൊക്കെ വളരെ ഇഷ്ടമുള്ള പാട്ട്, അങ്കിളും ചെറുപ്പം തൊട്ട് കേട്ട് ഉള്ള പാട്ടായത്. അപ്പോൾ ഇതിൻ്റെ നൂക്ക് ആൻഡ് കോർണർ എല്ലാവർക്കും അറിയാം. മോൻ പാടിയപ്പം അതിൽ എല്ലാം ഒറിജിനൽ കേട്ട് എല്ലാം മോൻ പഠിച്ചു, കറക്റ്റായിട്ട് പഠിച്ചു പാടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടിയല്ലോ. താങ്ക് യു സർ. വന്ന പോലെ അല്ലല്ലോ ഇപ്പോ, വലിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് കേട്ടോ. താങ്ക് യു. ആ, അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. നന്നായിട്ട് പാടി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മിസ്റ്റർ ക്ലിയൻ, എന്തോ? ഇന്ന് ഞാൻ തരുന്ന മാർക്ക് 23.5 ഔട്ട് ഓഫ് 25. താങ്ക് യു സർ. ഡെവലപ്മെന്റ് ഞാൻ തരുന്നത് 23 ഔട്ട് ഓഫ് 25. താങ്ക് യു സർ. 24 out of 25. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാനൊരു പൊടിക്കും കൂടി കൂട്ടി 24.25. താങ്ക് യു സർ. ശരി, 94.5. ടോട്ടൽ 94.75 ഔട്ട് ഓഫ് 100. ശ്രീദേവിന് ഇന്ന് അടിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്ട്രീം. യെസ്, എക്സ്ട്രീം. താങ്ക് യു. അപ്പൊ മക്കളെ ഏത് പൂക്കുറ്റി വേണം വേഗം പറ. കിളിയാൻ പൂക്കുറ്റി. അത് തന്നെ മതിയോ? അടിയൊരു കിളിയൻ പൂക്കുറ്റി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എക്സ്ട്രീം. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ നമ്മുടെ പ്രേക്ഷകരെല്ലാരും ഇൻസൈഡ് മീഡിയ സിറ്റിയുടെ ടോപ്പ് സിംഗർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് താഴെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തിട്ട് കിളിയന് വോട്ട് ചെയ്യണം. ഒപ്പം നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസിനൊക്കെ ഇഷ്ടപ്പെട്ട ഗ്രേഡും നൽകുക. താങ്ക് യു കിളിയ. ബൈ ബൈ. ടാറ്റാ. മധുരിക്കും ഓർമ്മകളെ മലർ മഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ, മാഞ്ചുവട്ടിൽ. മധുരിക്കും ദീപങ്ങളെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? കാലിക്കറ്റ് ഹൽവ ക്രിസ്മസ് ട്രീ. Wakefield Moment of the Week. പൊന്നീനെ കാണാൻ കൈക്കൊമ്പിലിലെ പൈപ്പാലമൃതേ വാർത്തിങ്കളിലെ പൊന്മാൻകുരുന്നേ. ഒരുപാട് നല്ല നല്ല പാട്ടുകളും കളിയും ചിരിയും തമാശയും ഒക്കെ ആയിട്ട് തൽക്കാലത്തേക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൊണ്ട് പൂർണ്ണമാവുകയാണ്. അപ്പോ തീരുന്നില്ല, പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഫ്ലവേഴ്സ് 1 കോടി ഇതാ നിങ്ങൾക്കായി.